ഇന്ന് നമ്മൾ കാണുന്ന മൂന്നാർ അന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നില്ല. പകൽ സമയത്ത് പോലും സൂര്യപ്രകാശം മണ്ണിൽ പതിക്കാത്ത വന്യമൃഗങ്ങൾ മാത്രം സ്വൈര്യവിഹാരം നടത്തിയിരുന്ന കൊടും തണുപ്പുള്ള ഒരു വനപ്രദേശമായിരുന്നു അത്. ഈ സമയത്താണ് ജോൺ ഡാനിയൽ മൺറോ എന്നൊരു ബ്രിട്ടീഷ് പ്ലാന്റർ അഥവാ തോട്ടം ഉടമ ആ പ്രദേശത്തേക്ക് വരുന്നത്. തിരുവിതാംകൂർ സർക്കാരിന് കീഴിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്തിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. സമുദ്രനിരപ്പിൽ നിന്ന് 6000-ലധികം അടി ഉയരത്തിൽ കിടക്കുന്ന ആ ഭൂപ്രദേശത്തിന്റെ കാലാവസ്ഥ മൺറോയെ വല്ലാതെ ആകർഷിച്ചു. ഈ മലനിരകളിൽ കാപ്പി, ഏലം, സിങ്കോണ തുടങ്ങിയ വിളകൾ കൃഷി ചെയ്താൽ വലിയ ലാഭം കൊയ്യാമെന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് ബുദ്ധി തിരിച്ചറിഞ്ഞു. പൂഞ്ഞാർ രാജകുടുംബത്തിന്റെ അധീനതയിലുള്ള ഭൂമിയായിരുന്നു അത്. മൺറോ നേരെ പൂഞ്ഞാർ കൊട്ടാരത്തിലെത്തി അന്ന് അവിടെ അധികാരത്തിലുണ്ടായിരുന്ന കേളവർമ്മ വലിയരാജയെ കണ്ടു. തനിക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ആ മലനിരകൾ പാട്ടത്തിന് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കാട്ടുമൃഗങ്ങളല്ലാതെ മനുഷ്യർക്കൊന്നും വേണ്ടാതെ കിടന്നിരുന്ന ആ ഭൂമി വിട്ടു നൽകാൻ രാജാവ് തയ്യാറായി. അങ്ങനെ ആ വലിയ മലനിരകൾ ഒരു ബ്രിട്ടീഷുകാരന് സ്വന്തമായി. ആദ്യമായി മൂന്നാറിലെ കാടുകളിലേക്ക് വന്നപ്പോൾ ആ കൊടുങ്കാട്ടിലൂടെ അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുക്കാൻ കൂടെ ഉണ്ടായിരുന്നത് അവിടുത്തെ പ്രാദേശികരായ 2 മുതുവാൻ ആദിവാസി യുവാക്കളായിരുന്നു. അവരുടെ പേര് കണ്ണൻ എന്നും ദേവൻ എന്നുമായിരുന്നു. തനിക്ക് വഴി കാട്ടിത്തന്ന ആ കാടിന്റെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന ആ 2 സാധാരണക്കാരായ ഗിരിവർഗക്കാരോടുള്ള നന്ദി സൂചകമായി മൺറോ തനിക്ക് പാട്ടത്തിന് കിട്ടിയ ആ മുഴുവൻ ഭൂപ്രദേശത്തിനും ഒരു പേര് നൽകി, കണ്ണൻ ദേവൻ ഹിൽസ്. ഒരു ബ്രിട്ടീഷുകാരൻ സ്വന്തമാക്കിയ സ്ഥലത്തിന് 2 മലയാളികളുടെ പേര് വന്നത് അങ്ങനെയാണ്.